സ്വാദിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ടേസ്റ്റിയായ ഡെസേർട്ട് റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ റെസിപ്പി വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ക്യാരറ്റ് ഹൽവ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഞാനിവിടെ 300 ഗ്രാം ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഈ ക്യാരറ്റിന് പകരം നമുക്ക് സാധാരണ വാങ്ങാൻ കിട്ടുന്ന ക്യാരറ്റ് ഉപയോഗിച്ചും ഈ റെസിപ്പി തയ്യാറാക്കാവുന്നതാണ്. കൂടാതെ 1 കപ്പ് പാല്, 6 ടേബിൾ സ്പൂൺ നെയ്യ്, കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും നുറുക്കിയത്, 3/4 കപ്പ് പഞ്ചസാര, ഏലക്ക പൊടിച്ചത്, ഇതെല്ലാമാണ് ഈ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുവാനായി ആവശ്യമായുള്ളത്. ആദ്യമായി ക്യാരറ്റ് നല്ലതുപോലെ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കണം. എനിക്ക് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രം ഗ്യാസ് സ്റ്റവിൽ വെച്ച് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു 3 മിനിറ്റ് നല്ലതുപോലെ മീഡിയം ഫ്ലെയിമിൽ വഴറ്റണം. ഞാനിവിടെ ഉപയോഗിക്കുന്ന നെയ്യ് വീട്ടിൽ വാങ്ങുന്ന പാലിൻ്റെ പാട കൊണ്ട് ഉണ്ടാക്കിയതാണ്. വേണമെങ്കിൽ വഴറ്റുന്നതിനിടയ്ക്ക് അല്പം നെയ്യ് ചേർക്കാവുന്നതാണ്. അതെല്ലാം ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് ചെയ്യാം. നെയ്യ് ഒഴിച്ചാൽ ക്യാരറ്റ് ഹൽവയ്ക്ക് രുചിയേറും. 3 മിനിറ്റിന് ശേഷം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് ഫുൾ ഫാറ്റ് പാല് വഴറ്റി വെച്ച ക്യാരറ്റിലോട്ട് ഒഴിച്ച് നല്ലതുപോലെ യോജിപ്പിക്കണം. ഇനി പാല് നല്ലതുപോലെ തിളച്ച് വറ്റി വരണം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലിട്ട് കൈ എടുക്കാതെ ഇളക്കി പാല് വറ്റിച്ചെടുക്കണം. ഈ സ്റ്റെപ്പ് ഒരു 5 മിനിറ്റ് എടുക്കും. നമ്മുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നെങ്കിൽ 1/2 കപ്പ് പാലിൽ 6 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് ക്യാരറ്റിലേക്ക് ഒഴിച്ചാൽ നമുക്ക് 5 മിനിറ്റ് എന്നുള്ളത് 3 മിനിറ്റാക്കി കുറയ്ക്കാമായിരുന്നു. അഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും പാലെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ക്യാരറ്റ് അളന്ന അതേ കപ്പ് തന്നെയാണ് പഞ്ചസാര അളക്കാനും ഉപയോഗിക്കേണ്ടത്. ഇനി ക്യാരറ്റും പഞ്ചസാരയും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ പതുക്കെ ഇളക്കി പഞ്ചസാര മെൽറ്റ് ചെയ്ത് വന്ന വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റിച്ചെടുക്കണം. നമ്മൾ നേരത്തെ പാലിനോടൊപ്പം മിൽക്ക് മെയ്ഡാണോ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാമായിരുന്നു. അങ്ങനെയെങ്കിൽ രുചിച്ചു നോക്കി മധുരം പോരെങ്കിൽ മാത്രം പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ ചേർത്താൽ മതിയായിരുന്നു. ഇനി ഇടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് എത്ര ചേർക്കുന്നുവോ അത്രയും രുചി ക്യാരറ്റ് ഹൽവയ്ക്ക് കൂടും. ഇപ്പോൾ ഇത് ഏതാണ്ട് പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏലക്കാപ്പൊടിയും ക്രഷ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും ബദാമും ചേർത്ത് നല്ലതുപോലെ ഇളക്കി വാങ്ങി ഉപയോഗിക്കാം. ഞാനിതിലാകെ 8 ടീസ്പൂൺ നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുവാനായി ഞാൻ 13 മിനിറ്റാണ് എടുത്തത്. മിൽക്ക് മെയ്ഡ് കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ ഈ റെസിപ്പി വെറും 8 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുമായിരുന്നു. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ഡെസേർട്ട് റെസിപ്പിയാണ് ക്യാരറ്റ് ഹൽവ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്